ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 107 വാല്യം 3. ഈശോയും അമ്മയും കൂസായുടെ ഭാര്യ യോവന്നായുടെ ഭവനത്തിൽ. ഈശോ കൂസായുടെ ഭാര്യ യോവന്നായുടെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നു. വാതിൽ കാവൽക്കാരൻ ആരാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ ആ വീട് മുഴുവൻ ഇളകത്തക്ക വിധം ഉച്ചത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈശോ പുഞ്ചിരി തൂകി അനുഗ്രഹം നൽകിക്കൊണ്ട് പ്രവേശിക്കുകയാണ്. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടത്തിൽ നിന്ന് യോവന്ന ഓടി വന്ന് ഈശോയുടെ കാൽക്കൽ വീണ് ആ പാദങ്ങൾ ചുംബിക്കുന്നു. കൂസായും വന്ന് ആദ്യം താണു വണങ്ങിയ ശേഷം ഈശോയുടെ വസ്ത്രാലങ്കാരം ചുംബിക്കുന്നു. കൂസ 40 വയസ്സ് തോന്നിക്കുന്ന സുന്ദരനായ മനുഷ്യൻ. പൊക്കം വളരെയില്ല, ഒത്ത ശരീരം, കറുത്ത മുടി, ചെന്നിഭാഗത്ത് വെള്ളി നരയുടെ നേരിയ ഭാവം, കണ്ണുകൾ കറുത്ത് സജീവം, വെളുത്തയാൾ, ചതുരത്തിൽ മുറിച്ച് ഭംഗിയായി വച്ചിട്ടുള്ള താടി. യോവന്നയ്ക്ക് ഭർത്താവിനേക്കാൾ പൊക്കമുണ്ട്. അടുത്ത നാൾ വരെ ഉണ്ടായിരുന്ന രോഗത്തിൻ്റെ ഏക ലക്ഷണം ആൾ ശോഷിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ട്. വണ്ണം കുറഞ്ഞ് മാധുര്യം നിറഞ്ഞ കുഴിവുള്ള കണ്ണുകൾ, നല്ല കറുപ്പ് നിറത്തിൽ തിങ്ങി വളരുന്ന മുടി ഭംഗിയായി ക്രമപ്പെടുത്തി അലങ്കരിച്ചു വച്ചിരിക്കുന്നു. ആ കറുപ്പിന് താഴെ നെറ്റിത്തടം ഒന്നുകൂടി വെണ്മയുള്ളതായിത്തീരുന്നു. വളരെ മൃദുലമായ വെള്ള കവിൾത്തടങ്ങൾക്ക് സജീവത്വം പകരുന്ന ചുവന്ന അധരങ്ങൾ, നല്ല അഴകുള്ളവ, സുന്ദരിയായ സ്ത്രീ. കാൽവരിയിൽ വച്ച് പണസഞ്ചി ലോങ്കീനോസിന് കൊടുക്കുന്നത് ഈ സ്ത്രീയാണ്. അന്ന് അവൾ വിലപിക്കുകയായിരുന്നു. ഇപ്പോൾ ശിരസ് മൂടിയിട്ടില്ല. അവൾ പുഞ്ചിരി തൂകുന്നു. ഇത് അവൾ തന്നെ. എൻ്റെ അതിഥിയായി അങ്ങയെ ലഭിക്കാൻ എങ്ങനെ എനിക്ക് ഭാഗ്യമുണ്ടായി? എന്തൊരു സന്തോഷം! കൂസ ചോദിക്കുന്നു. എൻ്റെ അമ്മയെ കാത്ത് ഇവിടെ താമസിക്കേണ്ട ആവശ്യം വന്നു. ഞാൻ നസ്രസിൽ നിന്നാണ് വരുന്നത്. കുറച്ചു നാളത്തേക്ക് അമ്മ എൻ്റെ കൂടെ ആയിരിക്കാൻ സൗകര്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ അമ്മയുടെ കൂടെ കഫർനാമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. എന്തുകൊണ്ട് എൻ്റെ കൂടെ ഇവിടെ ആയിക്കൂടാ? ഞാൻ അതിന് യോഗ്യയല്ല. എന്നാൽ യോവന്ന പറയുന്നു, നിനക്ക് നല്ല യോഗ്യതയുണ്ട്. പക്ഷേ എൻ്റെ അമ്മ അമ്മയുടെ സഹോദരിയുടെ കൂടെയാണ്. സഹോദരിയുടെ ഭർത്താവ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഒന്നിലധികം അതിഥികളെ സ്വീകരിക്കാൻ മാത്രം ഈ വീട് വലുതാണ്. അങ്ങ് എത്രയധികം സന്തോഷം എനിക്ക് നൽകിക്കഴിഞ്ഞു. ഈ വീടിൻ്റെ ഒരു ഭാഗവും അങ്ങേയ്ക്കായി തുറക്കാത്തതായിട്ടുണ്ടാകുകയില്ല. കർത്താവെ, അവിടുന്ന് എന്നോട് കൽപ്പിച്ചാൽ മതി. കാരണം അങ്ങ് ഈ ഭവനത്തിൽ നിന്ന് മരണത്തെ ഓടിച്ചു. ഈ ഭവനത്തിൻ്റെ വിരിഞ്ഞു വരുന്ന മനോഹരമായ റോസാപുഷ്പത്തെ തിരിച്ചു കൊണ്ടുവന്നു. കൂസ ഭാര്യയെ ആദരിച്ച് പറയുന്നു. അവളെ അയാൾ വളരെ സ്നേഹിക്കുന്നു. അവളെ നോക്കുന്ന രീതിയിൽ നിന്ന് അത് മനസ്സിലാക്കാം. ഞാൻ കൽപ്പനകൾ കൊടുക്കാറില്ല, കൽപ്പനകൾ സ്വീകരിക്കുകയാണ് ചെയ്യുക. എൻ്റെ അമ്മ ക്ഷീണിതയാണ്. ഈയിടെയായി ധാരാളം വേദനകൾ സഹിച്ചു. എന്നെക്കുറിച്ചും ഉത്കണ്ഠയാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളും ഉണ്ടെന്ന് അമ്മയെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊള്ളാം, അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരൂ. ഞാൻ ഒരു മകളെപ്പോലെയും ഒരു ദാസിയെപ്പോലെയും അമ്മയെ സ്നേഹിച്ചു കൊള്ളാം. യോവന്ന സന്തോഷത്തോടെ ഉദ്ഘോഷിക്കുന്നു. ഈശോ അത് സമ്മതിക്കുന്നു. എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കൂസ പുറത്തിറങ്ങിപ്പോകുന്നു. ദർശനം ഇപ്പോൾ രണ്ടായി കാണുന്നു. ഈശോ അവരുടെ മനോഹരമായ തോട്ടത്തിൽ കൂസായോടും ഭാര്യ യോവന്നായോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ മേരിയെ കൊണ്ടുവരാൻ ജോനാഥൻ നസ്രസിലേക്ക് പോയിരുന്ന നല്ല വണ്ടി തിരിച്ചു വരുന്നതും ഞാൻ കാണുന്നു. ഈ സംഗതിയെ ചൊല്ലി നസ്രസിൽ ബഹളമാണ്. ജോനാഥൻ രാജ്ഞിമാരോടെന്ന പോലെ ബഹുമാനാദരങ്ങൾ കാണിക്കുന്നു. മേരിയും അനുജത്തിയും വീടിൻ്റെ താക്കോൽ സാറായുടെ ഭർത്താവ് അൽഫേയൂസിനെ ഏൽപ്പിച്ച് വണ്ടിയിൽ കയറുന്നത് കണ്ടപ്പോൾ ബഹളം അല്പം കൂടെ കൂടുതലാകുന്നു. വണ്ടി വിട്ടു പോകുകയാണ്. ഈ സമയം ഈശോയെ സിനഗോഗിൽ വച്ച് ഉപദ്രവിച്ചതിന് അൽഫേയൂസ് പകരം ചോദിക്കുന്നു. സമറിയാക്കാർ നമ്മളെക്കാൾ ഭേദമാണ്. ഹേരോദാസിൻ്റെ ഒരു ഭൃത്യൻ അവൻ്റെ അമ്മയെ ബഹുമാനിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതേസമയം നമ്മൾ ഒരു നസ്രായനായി പോയതിൽ ഞാൻ ലജ്ജിക്കുകയാണ്. രണ്ട് കക്ഷികളായിരിക്കുന്ന ജനം ബഹളം വയ്ക്കുന്നു.
ചിലരെല്ലാം സ്വന്തം നിലപാട് മാറ്റി എതിർകക്ഷിയിൽ നിന്ന് പിന്തിരിഞ്ഞു. അൽഫേയൂസിന്റെ പക്കൽ വന്ന് ധാരാളം ഒഴികഴിവുകൾ പറയുന്നു. തീർച്ചയായും, അൽഫേയൂസ് മറുപടി പറയുന്നു. പ്രൊക്കുറേറ്ററുടെ വീട്ടിൽ അതിഥികൾ. അയാളുടെ നടത്തുകാരൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു. അവന്റെ വീടിന് ഈ ബഹുമതി നൽകാൻ എൻ്റെ യജമാനൻ യാചിക്കുന്നു. നോക്കൂ, അവൻ ബഹുമാനിക്കപ്പെടുന്നു. ഇപ്പറഞ്ഞത് ധനവാനും ശക്തനുമായ കൂസായാണ്. അവന്റെ ഭാര്യ ഒരു രാജ്ഞിയുമാണ്. അവർ അവനെ ബഹുമാനിക്കുന്നു. എന്നിട്ട് നമ്മളോ, അതായത് നിങ്ങൾ അവന്റെ മേൽ കല്ലെറിഞ്ഞു. കഷ്ടം. ജനം മറുപടി പറയുന്നില്ല. അൽഫേയൂസ് കൂടുതൽ ശക്തിയോടെ ആഞ്ഞടിക്കുന്നു. തീർച്ചയായും അവനുണ്ടെങ്കിൽ എല്ലാമുണ്ട്. മനുഷ്യന്റെ സഹായമൊന്നും ആവശ്യമില്ല. കൂസായെ സ്നേഹിതനായി ലഭിക്കുക എന്നത് ഉപയോഗമില്ലാത്ത ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ നമ്മെ നിന്ദിക്കുവാനിടയാകുന്നത് ശുഭലക്ഷണമാണോ? അയാൾ ഉപരാജാവിന്റെ പ്രൊക്കുറേറ്ററാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് തീരെ നിസാരമാണ്, അല്ലേ? ക്രിസ്തുവിന്റെ അടുത്ത് സമറിയാക്കാരായി തീരുക. പ്രബലന്മാരായവരുടെ ശത്രുത നിങ്ങളുടെ മേൽ തന്നെ നിങ്ങൾ വരുത്തിവയ്ക്കും. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് സന്തോഷമാ. സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും സഹായമില്ലാത്തവർ, വിഡ്ഢികൾ, വിശ്വാസമില്ലാത്ത ദുഷ്ടന്മാർ. ഇങ്ങനെയുള്ള ശകാരവർഷം തുടർന്നുകൊണ്ടിരിക്കയാൽ അടികൊണ്ട നായ്ക്കളെപ്പോലെ നസ്രായർ പിരിഞ്ഞു പോകുന്നു. മേരിയുടെ വീടിന്റെ വാതിൽക്കൽ അൽഫേയൂസ് മാത്രമായി പ്രതികാരം ചെയ്യുന്ന ഒരു മുഖ്യ ദൈവദൂതൻ. തടാകത്തിനു സമാന്തരമായിട്ടുള്ള റോഡിലൂടെ നല്ല ശക്തിയുള്ള കുതിരകൾ വലിക്കുന്ന ആ വണ്ടി വന്ന് നിൽക്കുമ്പോൾ നേരം വളരെയായി, ഇരുട്ടായി തുടങ്ങി. വാതിൽക്കൽ കാവൽക്കാരായി നിർത്തപ്പെട്ടിരുന്ന ഭൃത്യർ അടയാളം കൊടുത്തതിനാൽ വിളക്കും കൊളുത്തി എല്ലാവരും ധൃതിയിൽ ഓടിയെത്തി. നിലാവിനോടൊപ്പം വിളക്കുകളുടെ വെളിച്ചമായി. യോവാന്നയും കൂസായും ധൃതിയിലെത്തി. ഈശോയും പ്രത്യക്ഷപ്പെടുന്നു. ഈശോ പുഞ്ചിരി തൂകുന്നു. അപ്പസ്തോലന്മാരെല്ലാം പിറകിലുണ്ട്. മേരി വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ യോവന്ന നിലത്തു വീണ് വണങ്ങി അഭിവാദ്യം ചെയ്യുന്നു. രാജകുടുംബത്തിലെ പുഷ്പത്തിന് സ്തുതിവചനമാകുന്ന രക്ഷകന്റെ അമ്മയ്ക്ക് സ്തുതിയും ബഹുമതിയും. കൂസ വന്ന് താണു വണങ്ങുന്നു. ഹേരോദോസിന്റെ പക്കൽ പോലും ഇതിൽ കൂടുതൽ താഴുവാൻ സാധിക്കാത്ത വിധം അത്ര വളരെ താണു വണങ്ങുന്നു. അങ്ങയെ ഇവിടെ എൻ്റെ പക്കൽ കൊണ്ടുവന്ന ഈ സമയം അനുഗ്രഹീതമാകുന്നു, കൂസ പറയുന്നു. മേരി എളിമയോടും കാരുണ്യത്തോടും കൂടി മറുപടി പറയുന്നു. നമ്മുടെ രക്ഷകൻ അനുഗ്രഹീതനാകട്ടെ. എൻ്റെ മകനെ സ്നേഹിക്കുന്ന നല്ല ആളുകളും അനുഗ്രഹീതരാകട്ടെ. വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കപ്പെടുന്ന അവരെല്ലാം വീടിനുള്ളിലേക്ക് കയറുന്നു. യോവാന്ന മേരിയുടെ കയ്യിൽ പിടിച്ച് പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, അങ്ങേക്ക് സേവനം ചെയ്യാൻ എന്നെ അനുവദിക്കയില്ലേ? എന്നെയല്ല, അവനെ. എപ്പോഴും അവനെ സ്നേഹിക്കുകയും അവന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എനിക്കെല്ലാമായി. ലോകം അവനെ സ്നേഹിക്കുന്നില്ല. അതാണ് എൻ്റെ ദുഃഖം. എനിക്കറിയാം ലോകത്തിൽ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് അവനോട് വിരോധം. അതേസമയം എത്രയോ പേർ അവനു വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറാണ്. കാരണം ഇവൻ അനേകർക്ക് വൈരുദ്ധ്യത്തിൻ്റെ ഒരടയാളമാണ്. എന്തെന്നാൽ ലോഹത്തെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണവൻ. സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നു. അഴുക്ക് താഴേക്ക് വീഴുന്നു. അത് ദൂരെ കളയപ്പെടും. അവൻ ശിശുവായിരുന്നപ്പോൾ തന്നെ എന്നോടിത് പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും ഈ പ്രവചനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മേരി കരയാതെ, ഞങ്ങൾ അവനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും, യോവന്ന ആശ്വസിപ്പിക്കുന്നു. എന്നാൽ മേരി നിശബ്ദയായി കരയുന്നു. അവർ ഇരിക്കുന്ന മൂലയിലെ മങ്ങിയ വെളിച്ചത്തിൽ യോവന്ന മാത്രമേ അത് കാണുന്നുള്ളൂ. ദർശനം അവസാനിച്ചു.